ചൈനയും ബംഗ്ലാദേശും കൂടെ കൈകോർത്ത ഇന്ത്യക്ക് ഭീഷണിയാവുമെന്ന് ഇന്നത്തെ മനോരമയിൽ ഒരു ന്യൂസ് കണ്ടായിരുന്നു സിനിജി. അത് ആര് പറഞ്ഞാന്നറിയാം? മുഹമ്മദ് മുഹമ്മദ് യൂനുസ്. അതെ, ഈ മുഹമ്മദ് യൂനുസ് പറയാനൊരു കാരണമുണ്ട്. മുഹമ്മദ് യൂനുസ് 4 ദിവസത്തെ സന്ദർശനത്തിനായിട്ട് ചൈനയിൽ പോയിരുന്നു. അപ്പോൾ ചൈനയിൽ പോയത് എന്തിനാന്ന് വെച്ചാൽ ചൈന കുറെ പണമൊക്കെ ഈ ബംഗ്ലാദേശിന് നൽകിയിരുന്നു. അപ്പോൾ സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന ബംഗ്ലാദേശിന് ആ കൊടുത്ത പണത്തിനുള്ള പലിശയിൽ കുറച്ച് ഇളവൊക്കെ നൽകണം. ഞങ്ങളുടെ കുറച്ച് പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് സഹകരിച്ചിരുന്നു, അതിന് ഞങ്ങൾക്ക് കുറച്ച് ഇളവ് വേണം, 3% പലിശ നിരക്ക്, അത് 1% കുറയ്ക്കണം, തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചത്. ഇപ്പോൾ മുഹമ്മദ് യൂനുസ് ചൈനയുടെ അടുത്തൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഷീ ജിങ് പിങ്ങിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വലിയ ആളാണ്, അതെ 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 ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന ഇന്ത്യക്ക് പണി കിട്ടും. ഇപ്പം പറഞ്ഞ വാർത്ത മനോരമ വന്ന എങ്ങനെയാണ്, ചൈനയുടെ കരുത്ത് കാട്ടി യൂനിസിന്റെ വിരട്ടൻ. അതായത് യൂനിസ് നൽകിയ സന്ദേശം എന്ന് പറയുന്നത് ചൈനയും ബംഗ്ലാദേശൂടെ കൈകോർത്താൽ വടക്ക് കിഴക്കൻ ഇന്ത്യ ഒറ്റപ്പെടുമെന്നുള്ള സന്ദേശമാണ്. അതായത് ബംഗ്ലാദേശ് ഭരണാധികാരിയെ മുഹമ്മദ് യൂനിസ് ചൈന സന്ദർശനത്തിനിടെ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയെക്കുറിച്ച് നടത്തിയ പരാമർശം നയതന്ത്ര തലത്തിലെ പരിചയക്കുറവാണോ എന്ന് ആദ്യം സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, ഇത് വ്യംഗ്യമായി നടത്തിയ ഒരു ഭീഷണിയാണെന്ന് വ്യക്തം. ഏതാണ്ട് അതിനുള്ള സൂചനയാണ് ഈ വരുന്നത്. അതേസമയം പരാമർശം ഇന്ത്യക്കകത്ത് മാത്രമല്ല പുറത്തും വലിയ ചർച്ചയായി. തങ്ങൾ കടുത്ത ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിലല്ലാതെ സാധാരണഗതിയിൽ ഭരണാധികാരികൾ വിദേശ സന്ദർശനത്തിനിടെ മൂന്നാമതൊരു രാജ്യത്തെ പേരെടുത്ത് പരാമർശിക്കാറില്ല. എന്നാൽ ബെയ്ജിംഗ് സന്ദർശനത്തിനിടെ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് സമുദ്ര സാമീപ്യമില്ലെന്നും ബംഗാൾ ഉൾക്കടലിന്റെ രക്ഷിതാക്കൾ തങ്ങളാണെന്നും മുഹമ്മദ് യൂനുസ് പ്രസ്താവിച്ചു. അപ്പോൾ ചൈനയും ബംഗ്ലാദേശും ശാക്തികമായി കൈകോർത്താൽ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ പ്രദേശം എത്രത്തോളം സുരക്ഷിതമല്ലെന്ന് ഇന്ത്യയെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത് മറ്റൊരു കാരണങ്ങളുണ്ട്. ബംഗ്ലാദേശ് വലിയ തകർച്ച നേരിടുകയാണല്ലോ സാമ്പത്തികമായിട്ട്. അതുകൊണ്ട് തന്നെ ഡിസംബറിൽ മുഹമ്മദ് യൂനുസിന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണണമെന്ന് പറഞ്ഞിട്ട് ഔദ്യോഗികമായ ഒരു കത്തയച്ചിരുന്നു. നമ്മളത് മൈൻഡ് ചെയ്തില്ല. അതിന് കാരണം ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ, അതായത് ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുന്നു, 10-80 പേരെ കൊന്നിരുന്നു, അവിടുത്തെ ക്ഷേത്രങ്ങൾ അടിച്ചു തകർക്കുന്നു. അങ്ങനെ ഹിന്ദുക്കൾക്കെതിരായ നിലപാട്, ഇതെല്ലാം കൊണ്ട് നമ്മളൊന്നും മിണ്ടിയില്ല. കാരണം കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് ഷെയ്ഖ് ഹസീന സർക്കാരിനെ മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ വന്ന് അവിടെ നിന്ന് ഓടിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ ആ ഷെയ്ഖ് ഹസീനെ ആ രാജ്യത്തിന് പുറത്തേക്ക് വിട്ടു. അപ്പോൾ ഇന്ത്യ അഭയം നൽകി. മാത്രമല്ല പലതവണ എന്നിട്ട് പറഞ്ഞു അവർ യുദ്ധക്കുറ്റവാളിയാണ്, അവരെ വിട്ടുകൊടുക്കണമെന്നൊക്കെ പറഞ്ഞു. ഇന്ത്യ മൈൻഡ് ചെയ്തില്ല. അപ്പോൾ ഇന്ത്യ ഈ നിലപാട് സ്വീകരിക്കുമ്പോൾ ബംഗ്ലാദേശ് വലിയ ഒരു പ്രതിസന്ധിയിലാണ്. അപ്പൊ ഇന്ത്യയുടെ അടുത്ത് വീണ്ടും ചോദിച്ചു ഞങ്ങളൊന്ന് വന്ന് കാണട്ടെ എന്ന് ചോദിച്ചു. ഇന്ത്യ മൈൻഡ് ചെയ്തില്ല. അങ്ങനെ ഭക്ഷണവും മറ്റുമൊക്കെ കൊടുക്കുകയും ചെയ്തു. അതെ, അവസാനം ആവശ്യമുള്ള കൊടുത്തിട്ടുണ്ട്. ഇന്ത്യ ആവശ്യത്തിൽ കൂടുതൽ ഇങ്ങോട്ട് വരണ്ടെന്നാ ഉദ്ദേശിച്ചേക്കുന്നത്. അതെ അതെ, നമ്മുടെ അടുത്ത് ഭക്ഷണം ചോദിച്ചപ്പോൾ നമ്മൾ ഗോതമ്പും അരിയും ഒക്കെ അവർക്ക് എത്തിച്ചു കൊടുത്തു, അവരെ സഹായിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഇവരുടെ പ്രശ്നം എന്ന് പറയുന്നത് ബംഗ്ലാദേശ് ഒരു വലിയ ശക്തിയാണെന്നും ഞങ്ങൾ ചൈനയുമായിട്ട് കൂട്ടുനിൽക്കുമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ചൈനയുടെ നിലപാട് നമ്മൾ ആലോചിക്കണം. ചൈന ഒരു രാജ്യത്തെയും അനാവശ്യമായ പണം ചെലവഴിച്ച് സഹായിക്കില്ല. എങ്ങനെയെങ്കിലും ആ രാജ്യത്തെ കടക്കണിയിലാക്കിയിട്ട് തങ്ങളുടെ വരുതിയിലാക്കാനായിട്ട് ശ്രമിക്കും. ശ്രീലങ്ക ചെയ്ത പോലെ ചിലപ്പോൾ ഒരു തുറമുഖം, അതെ അതെ, അങ്ങനെ ശ്രീലങ്ക ചെയ്തു, പാകിസ്ഥാനിൽ ചെയ്തു. കാരണം ഇവർക്ക് വലിയ തോതിൽ പണം കൊടുക്കും. ഈ പണം പിന്നീട് ഒരിക്കലും തിരിച്ചടയ്ക്കാൻ കഴിയില്ല. അവർ സാമ്പത്തികമായിട്ട് കടക്കണിയിൽപ്പെടും. പിന്നെ ചൈന പറയുന്നത് അനുസരിച്ചല്ലേ കാര്യങ്ങൾ നീക്കാൻ പറ്റും. ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളായിട്ടുള്ള നമ്മുടെ തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അവരുടെ ഉദ്ദേശങ്ങളൊക്കെ ആയിരിക്കും ചൈന ഈ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതെ അതെ, പാകിസ്ഥാൻ ഒരു വലിയ ഉദാഹരണമാണ്. കാരണം പാകിസ്ഥാൻ ഇത്രയും പൈസയൊക്കെ കൊടുത്തിട്ട് അവര് ചൈന അവിടെ സൈനിക താവളം വരെ നിർമ്മിക്കാൻ ശ്രമിക്കും. ഇപ്പൊ ഗ്വാദർ എന്ന് പറയുന്ന തുറമുഖം ഉൾപ്പെടെ അതിന്റെ നിയന്ത്രണം പാകിസ്ഥാൻ ചൈനയ്ക്ക് നൽകിയതാണ്. പക്ഷെ അവിടെ ഈ ബലൂചിസ്ഥാൻ ഉണ്ടല്ലോ, ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞൊരു സ്വതന്ത്ര രാജ്യമാകണമെന്ന് പറഞ്ഞ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി വലിയ പ്രക്ഷോഭമൊക്കെ നടത്തിയോണ്ട് ചൈനയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഇവിടെ പക്ഷെ അങ്ങനെയല്ല. മുഹമ്മദ് യൂനുസ് എന്നിച്ച് പറഞ്ഞു ഞങ്ങളുടെ നാട്ടിലേക്ക് കുറച്ച് നിക്ഷേപമൊക്കെ ആയിട്ട് വരണേ, ഞങ്ങളെ സഹായിക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ ചൈനയിലെ ഷീ ജിങ് പിങ് പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഞാൻ അവിടെ റെഡിമെയ്ഡ് ഡ്രസ്സ് നിർമ്മിക്കുന്ന, ഇലക്ട്രോണിക് വെഹിക്കിൾ നിർമ്മിക്കുന്ന, ഇലക്ട്രോണിക് ചിപ്പുകൾ നിർമ്മിക്കുന്ന ഒരു വലിയ ഫാക്ടറികളൊക്കെ തുടങ്ങാം, വലിയ നിക്ഷേപം നടത്താം, ഞങ്ങളുടെ ബാങ്കുകൾ അവിടെ നിക്ഷേപം നടത്താമെന്ന് പറഞ്ഞു. അപ്പോൾ മുഹമ്മദ് യൂനുസിന് വലിയ സന്തോഷമായി. സത്യത്തിൽ ഈ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അമേരിക്ക ചൈനയ്ക്കെതിരെ തീരുവ വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. അതായത് ചൈനീസ് പ്രൊഡക്റ്റുകളുടെ ടാക്സ് വർദ്ധിപ്പിച്ചാൽ മെയ്ഡ് ഇൻ ചൈന എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് അവിടെ ചെന്ന പ്രശ്നമാണ്. ഇത് മുഴുവൻ ചൈന ബംഗ്ലാദേശ് നിർമ്മിച്ചു. അപ്പൊ ബംഗ്ലാദേശ് അത് അപ്പൊ ഈ പറയുന്ന ഇതിൽ നിന്ന് രക്ഷപ്പെടാം. അപ്പം ചൈനയുടെ ബുദ്ധി ആലോചിച്ച് നോക്കും. അപ്പൊ ഷീ ജിങ് പിന്നെ ഒന്നും കാണാതെ ഇത്തരം കാര്യങ്ങൾ ചെയ്യില്ല. യൂനുസിനെ സംബന്ധിച്ചുള്ള എവിടെ ചെന്ന് തെണ്ടാൻ ഒരു മടിയില്ലാത്തതുകൊണ്ട് പുള്ളിയുടെ കാര്യങ്ങൾ മാത്രം നടക്കുന്നുള്ള ഒരു നേതാവാന്ന് തോന്നുന്നു. കാരണം എങ്ങനെ വന്നാലും തൊട്ടടുത്ത് കിടക്കുന്ന ഇന്ത്യയെ തകർക്കുക, ഇന്ത്യയെ ജീവിതത്തിൽ അവർക്ക് തകർക്കാൻ പറ്റില്ല. ഇന്ത്യ കൊടുത്ത ഭിക്ഷയാണ് അവരുടെ രാജ്യം തന്നെ. എന്നാൽ പോലും യൂനുസിന് എപ്പോഴും ഇന്ത്യയെ തകർക്കുക എന്നുള്ള
ഒരു എവിടുന്നോ കുറച്ച് കിട്ടിയ സഹായത്തിന്റെ ആ ഒരു നന്ദി കാണിക്കൽ കുറച്ച് അധികം കൂടുതലാണ് ഇപ്പൊ കുറച്ച് കാലമായിട്ട്. അതെ. അപ്പൊ ഈ പത്രത്തിൽ അടുത്ത് പറയുന്നത് ചൈനയും ബംഗ്ലാദേശും ശാക്തിയുമായി കൈകോർത്താൽ ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് വലിയ ഭീഷണിയാണെന്ന് പറയുന്നത്. അതായത് വടക്കുകിഴക്കൻ പ്രദേശത്തെ ഇന്ത്യയുടെ ഹൃദയഭൂമിയുമായി കരമാർഗം ബന്ധിപ്പിക്കുന്നത് ബംഗ്ലാദേശിനും നേപ്പാളിനും ഭൂട്ടാനും ഇടയിലുള്ള സിലിഗുരി ഇടനാഴിയാണ്. ഈ സിലിഗുരി ഇടനാഴിയുടെ ഒരു വിസ്തീർണം എന്ന് പറയുന്നത് 22 കിലോമീറ്റർ ആണ് ആ വീതി. അപ്പൊ ആ 22 കിലോമീറ്റർ ഭൂമി ശത്രു സൈന്യം നിയന്ത്രണത്തിലാക്കിയാൽ ഇന്ത്യയുടെ വടക്കുകിഴക്കൻ മേഖല മുറിച്ചു മാറ്റപ്പെട്ട പോലെയാകും. അപ്പം ഈ 7 സിസ്റ്റേഴ്സ് എന്നൊക്കെ പറയുന്ന ഈ സ്റ്റേറ്റുകളിലേക്ക് ഇന്ത്യക്ക് പോകാൻ പോലും പറ്റില്ല. ഇതാണ് ഇവരുടെ ഒരു ലക്ഷ്യം. അപ്പോൾ ഇന്ത്യയുടെ ഈ പരിമിതിയിലേക്കാണ് യൂസഫ് വിരൽ ചൂണ്ടുന്നത്. അപ്പോൾ മുഹമ്മദ് യൂനുസ് വിരൽ ചൂണ്ടുന്നത് ചൈനയ്ക്ക് വേണ്ടി. അപ്പൊ ചൈന നിങ്ങൾ ഇങ്ങോട്ട് വാ, നിങ്ങൾ അവിടെ വന്ന് നിക്ഷേപം നടത്തിക്കോ, ഞങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലമാണ് അപ്പുറം കിടക്കുന്നത്, അത് അതെ ഞങ്ങൾ തരാമെന്ന് പറയുന്നത്. ഇതാണ് മുഹമ്മദ് യൂനുസിന്റെ തന്ത്രം. പക്ഷെ കഴിഞ്ഞ കുറെ കാലമായി ഇന്ത്യ ലോകത്തെ വൻകിട രാജ്യങ്ങളിൽ ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ്, സൈനിക മേഖലയിലും സാമ്പത്തിക മേഖലയിലും. അതുകൊണ്ട് ചൈന ഇന്ത്യയുമായിട്ടൊരു അഡ്ജസ്റ്റ്മെന്റിലാണ് പോകുന്നത്. ഇന്ത്യയെ വെറുപ്പിക്കാൻ ചൈനയ്ക്ക് പറ്റില്ല, കാരണം ഇന്ത്യ അത്ര മോശം രാജ്യമല്ല എന്ന് അവർ മനസ്സിലാക്കി. മാത്രമല്ല ലോക രാജ്യങ്ങൾക്കിടയിൽ വലിയ സൗഹൃദം ഇന്ത്യ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പൊ ചൈനയെ ഒരു ഭീഷണിയായിട്ട് അമേരിക്ക കാണുന്നു, അതേ അമേരിക്ക ഇന്ത്യയുമായിട്ട് കൂടുതൽ കൈകോർക്കുന്നു. നമുക്കറിയാം നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപും തമ്മിൽ വലിയ കൂട്ടാണ്. അപ്പൊ ചൈനയുടെ ടാക്സ് 100% വരെ വർദ്ധിപ്പിക്കാൻ തീരുമാനിക്കുമ്പോൾ ഇന്ത്യയുടെ ടാക്സ് 25% വർദ്ധിപ്പിക്കാൻ പോകുന്നുള്ളൂ. അപ്പോൾ ഇനി ഇന്ത്യയെ പിണക്കുന്നത് വലിയ അപകടകരമാണെന്ന് ചൈനയ്ക്ക് അറിയാം. ഇത് മുഹമ്മദ് യൂനുസ് ഒന്നും മനസ്സിലാക്കുന്നില്ല. മുഹമ്മദ് യൂനുസ് പറയുന്നത് മുഹമ്മദ് യൂനുസിന് അതൊന്നും ചിന്തിക്കണം, തൊട്ടടുത്തുള്ള ഇന്ത്യ തകർക്കാനുള്ള കാര്യങ്ങൾ മാത്രം. പിന്നെ അവർക്ക് എങ്ങനെ സാമ്പത്തികമായിട്ട് നിൽക്കാന്നുള്ളതും ആ ഒരു സാമ്പത്തിക സഹായത്തിന് വേണ്ടി ഇന്ത്യയെ ഒറ്റിക്കൊടുക്കാന്നുള്ള ചിന്ത മാത്രമേ യൂനസിനുള്ളൂ. പാകിസ്ഥാനൊക്കെ ചെയ്യുന്ന ഒരു സെയിം രീതി തന്നെ. അതെ. മാത്രമല്ല ഈ ചൈന ഏതെങ്കിലും രാജ്യത്തിന് സാമ്പത്തികമായി സഹായം ചെയ്തിട്ട് ആ രാജ്യം അഭിവൃദ്ധി പ്രാപിച്ചു നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ല. പാകിസ്ഥാന് വൻതോതിൽ സഹായം നൽകി, അവിടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് വൻതോതിൽ പണം ഇറക്കി, അവിടെ റോഡുകൾ, പാലങ്ങൾ, റെയിൽവേ ഒക്കെ നവീകരിച്ചു. പക്ഷേ ചൈനക്കാർക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ചൈനക്കാരെ കണ്ട ബലൂചിസ്ഥാനുണ്ട്, അവിടുത്തെ ലിബറേഷൻ ആർമി ഒന്ന് വെടിവെച്ചു കൊല്ലും. ഇനി അവരെ സഹായിക്കാൻ പാകിസ്ഥാൻ ആർമി അങ്ങോട്ട് ചെന്നു, അവരെയും വെടിവെച്ചു കൊല്ലും. അപ്പൊ ചൈനയ്ക്ക് ആ ഭാഗത്തുനിന്ന് വലിയ തിരിച്ചടി കിട്ടുന്നുണ്ട്. ഇനി ഇന്ത്യയുമായിട്ട് ഒരു ഒത്തുതീർപ്പിൽ പോയില്ലെങ്കിൽ ഇന്ത്യ പിണങ്ങിയാൽ ഇന്ത്യയോടൊപ്പം അമേരിക്ക നിൽക്കും. കാരണം അമേരിക്ക ചൈനയ്ക്ക് പണി കൊടുക്കാനായിട്ട് നിൽക്കുക, ഇത് ചൈനയ്ക്ക് നന്നായിട്ട് അറിയാം. മാത്രമല്ല റഷ്യ ആയിരുന്നു ചൈനയുടെ ഇതുവരെയുള്ള ഒരു പിന്നിൽ നിന്നുള്ള സഹായ ശക്തി എന്ന് പറയുന്നത്. ഇപ്പൊ റഷ്യൻ പ്രസിഡന്റ് പുടിനും ഡൊണാൾഡ് ട്രംപും തമ്മിൽ വലിയ കൂട്ടായി, കാരണം മറ്റേ ഉക്രൈനുമായിട്ടുള്ള വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട്. അങ്ങനെയുള്ളപ്പോൾ ചൈന ഒറ്റപ്പെട്ട് നിൽക്കുന്നു. ഈ ചൈന എന്തിനാണ് ബംഗ്ലാദേശിനെ സഹായിക്കുന്നത് എന്ന ചിന്ത ഷീ ജിൻ പിന്നുണ്ട്. അപ്പം ഷീ ജിൻ പിങ് അത് സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഇപ്പം ഇവിടെ പറയുന്നത് യൂനിസിന്റെ പ്രസ്താവനയിൽ ശ്രദ്ധേയമാകുന്ന മറ്റൊരു കാര്യം, കിഴക്കൻ കടലിന്റെ കാവലാളാണ് തങ്ങളെന്നും ബംഗ്ലാദേശ് അവകാശപ്പെടുന്നു. മുങ്ങിക്കപ്പലുകൾ റിപ്പയർ ചെയ്യാനുള്ള ഡ്രൈഡോക്ക് ചൈനയുടെ സഹായത്തോടെ ബംഗ്ലാദേശ് നേരത്തെ നിർമ്മിച്ചിരുന്നു. ബംഗ്ലാദേശ് തുറമുഖങ്ങളിൽ നിക്ഷേപങ്ങൾ നടത്താൻ ചൈന തയ്യാറെടുത്ത് വരികയുമാണ്. ചുരുക്കത്തിൽ കിഴക്കൻ സമുദ്രത്തിൽ നിന്ന് ചൈനയുടെ സഹായത്തോടെ ഇന്ത്യക്ക് ശക്തമായ വെല്ലുവിളി ഉയർത്താൻ സാധിക്കുമെന്ന് ഇന്ത്യയെ ഓർമ്മിപ്പിക്കുകയാണ് ഈ യൂനിസ്. ഇതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ മുഹമ്മദ് യൂനിസ് പറയുന്നത് ഞങ്ങൾ ഇന്ത്യയോട് സഹായം ചോദിച്ചു, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാമെന്ന് പറഞ്ഞു, പക്ഷെ അദ്ദേഹം സമ്മതിച്ചില്ല, അതുകൊണ്ട് ഞങ്ങൾ ചൈനയിലേക്ക് പോയി. പക്ഷെ ചൈന ബുദ്ധിപൂർവ്വം ചില നീക്കങ്ങൾ നടത്തി. ഈ ചൈനയിലേക്ക് ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി പദവി വഹിക്കുന്ന അല്ലെങ്കിൽ ആ ചുമതലയുള്ള അഡ്വൈസറെ കൊണ്ടുപോയത് ബീജിങ്ങിൽ നിന്ന് ചാർട്ടർ വിമാനം അയച്ചിട്ടാണ്. അതായത് ചൈന ഇങ്ങോട്ടേക്ക് വിമാനം അയച്ചു കൊടുത്തു, എന്നിട്ട് ഇയാളെ കൊണ്ടുപോയി. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഒരു തണുത്ത സ്വീകരണം കിട്ടിയത്. നയതന്ത്ര തലത്തിൽ ഏറ്റവും മോശമായ സ്വീകരണം എന്ന് പറയാവുന്ന രീതിയിലാണ് മുഹമ്മദ് യൂനിസിന് സ്വീകരണം കിട്ടിയത്. എന്നിട്ട് ഈ ഷീ ജിൻ പിങ്ങിനെ കാണാനായിട്ട് മണിക്കൂറുകളോളം യൂനിസിന് കാത്തിരിക്കേണ്ടി വന്നു. പിന്നീട് അദ്ദേഹം ഇവരുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ഏതാണ്ട് 9 കരാറുകളിൽ ഒപ്പുവെക്കുകയും ചെയ്തു. ഇതിൽ പ്രധാനം ചൈന ബംഗ്ലാദേശിന് നൽകിയ പണമുണ്ട്, ഈ പറയുന്ന എന്താണ് വായ്പയായിട്ട് നൽകിയത്. അതിൻ്റെ പലിശ 3%. അത് 1% കുറച്ച് കൊടുക്കാം. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, ഞങ്ങൾ അവിടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് പ്രോജക്റ്റുമായിട്ട് വരും, എന്നിട്ട് നിങ്ങൾക്ക് നല്ല റോഡ് ഉണ്ടാക്കി തരും, നല്ല പാത, വീട്, ബിൽഡിംഗ് എല്ലാം ഉണ്ടാക്കി തരും. ആ രീതിയിൽ ഞങ്ങളുടെ ബാങ്കുകൾ അവിടെ പ്രവർത്തിക്കും, ഞങ്ങളുടെ കമ്പനി അവിടെ വരും, ഞങ്ങൾ അതുകൊണ്ട് നിങ്ങളുടെ രാജ്യത്തിന്റെ പേര് വെച്ച് ഞങ്ങളുടെ രാജ്യം രക്ഷപ്പെടുത്തും. അതായത് നിങ്ങൾ തന്ന തുക എങ്ങനെയൊക്കെ കട്ട് ചെയ്ത് അത് കുറയ്ക്കാന്നൊക്കെ വിചാരിച്ച് എങ്ങനെയൊക്കെ യൂനസിനെ പൂട്ടാമോ അങ്ങനെയെല്ലാം
ചൈന പൂട്ടും, ചൈനയുടെ ഉദ്ദേശം നടപ്പാക്കുകയും അപ്പൊ ഈ ചെയ്യും. ചൈന നിക്ഷേപം നടത്തിയപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഞങ്ങൾ ഈ നിക്ഷേപം നടത്താൻ എന്താ അറിയാം, ബംഗ്ലാദേശ് ഇപ്പം പണിയില്ല, പൈസ ഇല്ലല്ലോ. അപ്പൊ അവിടുത്തെ യുവജനങ്ങൾക്കെല്ലാം ഞങ്ങൾ തൊഴിൽ കൊടുക്കും. അപ്പൊ അതിനകത്ത് അവർ വീണുവല്ലോ. അപ്പൊ ഈ തൊഴിൽ കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നിലവിൽ അവിടുത്തെ വാക്കർ ഉസ്സമാൻ എന്ന് പറയുന്ന ഈ പട്ടാളത്തിന്റെ മേധാവിയുണ്ട്, അദ്ദേഹവും ഈ മുഹമ്മദ് യൂനിസും തമ്മിൽ അത്ര നല്ല സുഖത്തിലല്ല. അപ്പൊ മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ, ജമാഅത്ത് ഇസ്ലാമി, ഇതിന്റെയൊക്കെ ഒരു നിലപാട് ആ രാജ്യത്തെ കുഴിയിലേക്ക് വീഴ്ത്തുകയാണെന്ന് മുഹമ്മദ് ഈ പറയുന്ന ഉസ്സമാൻ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വാക്കർ ഉസ്സമാന്റെ അടുത്ത നീക്കം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിലേക്ക് തിരിച്ചു കൊണ്ടുവരാം. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന മുഹമ്മദ് യൂനിസിനെ എപ്പോ വേണമെങ്കിലും ചവിട്ടി പുറത്താക്കാം. അപ്പൊ ഇങ്ങനെ ചൈനയെ കണ്ടുകൊണ്ട് നെഞ്ചു വിരിച്ചിട്ടൊന്നും കാര്യമില്ല, ഒരു കാര്യമില്ല. അപ്പൊ ഈ മുഹമ്മദ് യൂനിസ് കൃത്യമായി പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ചൈനയെ കൈ പിടിച്ചുകൊണ്ട് ഇന്ത്യയെ വിരട്ടുകയാണ്, നിങ്ങൾ ഞങ്ങളെ സഹായിച്ചില്ലെങ്കിൽ ഞങ്ങൾ ചൈനയുടെ കൂടെ പോകും. ആ ചൈനയുടെ കൂടെ പോയാൽ എന്താ പ്രശ്നം എന്ന് പറയുന്നത്, അതായത് ബംഗ്ലാദേശിനും നേപ്പാളിനും ഭൂട്ടാനും ഇടയിലുള്ള സിലിഗുരി ഇടനാഴി ഞങ്ങളും ചൈനയും കൂടെ അങ്ങ് കൈയടക്കും. അപ്പൊ 22 കിലോമീറ്റർ വീതിയുള്ള ഈ പ്രദേശം ഞങ്ങളുടെ കയ്യിൽ വന്നാൽ പിന്നെ ഇന്ത്യക്ക് വടക്ക് കിഴക്കൻ മേഖലയുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അത്രയും സ്റ്റേറ്റ് വേറെ ആയി പോകും. അപ്പൊ ഇവിടെ ഞങ്ങൾ വന്നിരിക്കും. പക്ഷെ ഇതൊന്നും ചൈന ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പിച്ച് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ചൈനയും ഇന്ത്യയും തമ്മിൽ കൂടുതൽ ദൃഢമായ ബന്ധം വേണമെന്ന് ഷീ ജിൻപിങ് പറയുന്നുണ്ട്. അവരുടെ ചൈനയെ സംബന്ധിച്ച് വ്യവസായം വിട്ടിട്ട് ഒരു പരിപാടി അവർക്കില്ല. അതുകൊണ്ട് ഇന്ത്യ ആയിട്ട് അങ്ങനെ പിണങ്ങാനോ അല്ലെങ്കിൽ ലോകരാജ്യങ്ങളായിട്ടൊന്നും ഒരു കാരണവശാലും ബംഗ്ലാദേശിന് വേണ്ടി പിണങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ. അപ്പൊ ചൈനയുടെ കരുത്ത് കാട്ടി യൂനിസിന്റെ വിരട്ടൽ എന്ന് പറയുന്ന മനോരമയിലെ ഈ വാർത്ത വളരെ ഗൗരവമുള്ളതാണ്. പക്ഷേ മുഹമ്മദ് യൂനിസ് വായിക്കുന്ന ഓരോ ഇന്ത്യക്കാരനും ചിരിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.